التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فالحديث السادس عشر. 16ാമത്തെ ഹദീസാണ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്. 15 ഹദീസ് വായിച്ചപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചതാണെങ്കിലും പുതുതായി പഠിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മൾക്ക് നമ്മുടെ ദുന്യവിയായ ജീവിതത്തിലും ഉഖ്റവിയായ ജീവിതത്തിലൊക്കെ ലഭിക്കുന്ന നേട്ടങ്ങൾ ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത്രയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹദീസുകളാണ് അഖദീയായ വിശ്വാസപരമായ, അതുപോലെ തന്നെ സ്വഭാവപരമായ മര്യാദകൾ അടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 16ാമത്തെ ഹദീസ് വളരെ സുപരിചിതമായ ഹദീസാണ്, നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ടാകും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി ഖാല ലാ തഗ്ദബ് ഫറദ്ദദ മിറാറൻ ഖാല ലാ തഗ്ദബ് റവാഹുൽ ബുഖാരി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ഹദീസൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ കാണാതെ പഠിക്കാം. عن أبي هريرة رضي الله عنه قال أن رجلا قال للنبي صلى الله عليه وسلم أوصني قال لا تغضب فردد مرارا قال لا تغضب رواه البخاري. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി, അദ്ദേഹത്തിന്റെ ഹദീസുകൾ നേരത്തെ വന്നു. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അദ്ദേഹത്തിന്റെ പേര് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ പ്രബലമായ ഒരു അഭിപ്രായമാണ് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി. സഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖനായ സഹാബിയാണ്. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ധാരാളമായി കേട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നുകൊണ്ട് ദീൻ പഠിച്ച സഹാബിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബിയായി മാറിയത്. അൽ മുക്സിറൂന ഫീ റിവായത്തിൽ ഖുബർ മിന സഹാബത്തിൽ അകാരിമിൽ ഖുറർ. അബൂ ഹുറൈറ യലിഹി ഇബ്നു ഉമർ ഫഅനസ് ഫസൗജത്തിൽ ഹാദിൽ അബർ ثم ابن عباس يليه جابر وبعده الخدري فهو الآخر. 1000-ൽ കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബിമാരിൽ ഒന്നാമത്തെ സഹാബിയാണ് അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അബൂ അബ്ദുല്ലാഹ് മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. സഹീഹ് ബുഖാരി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്. 16 വർഷത്തെ അധ്വാനമാണ്. 16 വർഷം കൊണ്ടാണ് അദ്ദേഹം സഹീഹുൽ ബുഖാരി പൂർത്തീകരിച്ചത്. അന്ന റജുലൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റജുലൻ, തീർച്ചയായും ഒരു മനുഷ്യൻ, ഒരാൾ, ഒരു വ്യക്തി, ഖാല ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടുള്ള റജുൽ ആരായാലും ഹദീസിനെ ബാധിക്കുകയില്ല. ഹദീസിന്റെ മത്തിനിലുള്ള ഇബ്ഹാം അത് ഹദീസിനെ ബാധിക്കുകയില്ല. ഇതെന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഉപദേശം ചോദിച്ചത് ആരായിരിക്കും? ഒരു സഹാബിയായിരിക്കും. അതുകൊണ്ട് അത് ആരായിരുന്നാലും, അദ്ദേഹത്തെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഹദീസിനെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ സനദിൽ ഇബ്ഹാം ഉണ്ടെങ്കിൽ അത് ഹദീസിനെ ബാധിക്കും. ഇദ്ദേഹത്തിന്റെ പേര് ഇമാം അഹ്മദിന്റെ റിവായത്തിലും ഇമാം തബറാനിയുടെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ജാരിയത്ത് ഇബ്നു ഖുദാമ അസ്സഅദി എന്ന് കാണാം. ജാരിയത്ത് ഇബ്നു ഖുദാമ അസ്സഅദി. അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഔസിനി, അള്ളാഹുവിന്റെ റസൂലെ എന്നെ ഉപദേശിക്കണം. ഔസിനി, ഔസ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു, വസിയത്ത് നൽകി. ഔസിനി, എനിക്ക് വസിയത്ത് നൽകണം. പണ്ഡിതന്മാർ ഒരു ഫായിദയായി പറഞ്ഞത് കാണാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വിവരമുള്ള
പണ്ഡിതന്മാരെ കണ്ടാൽ, അതേപോലെ തന്നെ അറിവുള്ള ആളുകളെ കണ്ടാൽ, തുല്ലാബുകളെ കണ്ടാൽ അവരോട് എന്തെങ്കിലും എനിക്ക് നസീഹത്ത് നൽകണം, വസിയത്ത് നൽകണം എന്ന് പറയൽ നല്ല കാര്യമാണ് എന്ന് ഇതുപോലുള്ള ഹദീസുകൾ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിക്കുന്ന സഹാബി ഖൈർ അത്രമാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ്, അവരുടെ ഖൈർ ചെയ്യാൻ, അത് പ്രവർത്തിക്കാനുള്ള താല്പര്യം, അതുകൊണ്ടാണ് അവർ ഉപദേശിക്കണമെന്ന ആവശ്യവുമായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുന്ന, ഉത്തരം നൽകുന്ന ആളുകൾ, അത് പണ്ഡിതനാകാം, അതുപോലെ തന്നെ താലിബാകാം, വിവരമുള്ള ആളുകളാകാം, അവരെങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ചപ്പോൾ അദ്ദേഹം അയാൾക്ക് അനുയോജ്യമായ ഒരു മറുപടിയാണ് കൊടുത്തത്. പണ്ഡിതന്മാർ പറഞ്ഞു, ആരെങ്കിലും ഉപദേശം ചോദിക്കപ്പെട്ടാൽ, പണ്ഡിതനാകട്ടെ, ദാഇയാകട്ടെ, അല്ലെങ്കിൽ താലിബാകട്ടെ, ചോദിച്ച വ്യക്തിയെ കുറിച്ച് കൃത്യമായി അറിയുമെങ്കിൽ, അയാളെ കുറിച്ച് അറിയാം, അയാളുടെ സ്വഭാവം അറിയാം, അയാൾക്ക് എന്താണ് ആവശ്യം എന്ന് ഇയാൾക്ക് അറിയാമെങ്കിൽ അയാൾക്ക് യോജിച്ച, അയാൾക്ക് പ്രത്യേകമായി അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉപദേശമായി കൊടുക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഉപദേശം ചോദിച്ച വ്യക്തിയെ കുറിച്ച് അറിയില്ല, അയാളെ കുറിച്ച് നേരത്തെ പരിചയമില്ല, അയാളെ കുറിച്ച് വ്യക്തമായി അറിയില്ലെങ്കിൽ എന്താണ് ഉപദേശമായി കൊടുക്കേണ്ടത്? വസായ ആമ്മ, പൊതുവായ വസിയത്തുകളാണ്. തൗഹീദ് കൊണ്ട് വസിയത്ത് ചെയ്യുക, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക, എല്ലാവർക്കും പൊതുവായിട്ടുള്ള വസിയത്തുകളാണ് നൽകേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇദ്ദേഹത്തെ അറിയാം, അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി പറഞ്ഞു, ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടരുത്, നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറൻ, അദ്ദേഹം റദ്ദദ ആവർത്തിച്ചു, മിറാറൻ, മറത്ത് എന്നതിന്റെ ജംആണ് മിറാറൻ, പലതവണ അദ്ദേഹം ആവർത്തിച്ചു ചോദിച്ചു. ഈ ഹദീസിന്റെ വേറെ റിവായത്തിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ചു, റസൂലുള്ളാഹി പറഞ്ഞു ലാ തഗ്ദബ്. അദ്ദേഹം ഫഖറജ സുമ്മ റജഅ, അദ്ദേഹം ആ സദസ്സിൽ നിന്ന് പോയി, വീണ്ടും അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, പിന്നീട് തിരിച്ചു വന്നു, എന്നിട്ടാണ് വീണ്ടും ചോദിക്കുന്നത് ഔസിനി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു ലാ തഗ്ദബ്. അദ്ദേഹം ഫഖറജ സുമ്മ റജഅ, പോയി വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ചോദിച്ചു ഔസിനി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു, ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടരുത്. അതാണ് ഫറദ്ദദ മിറാറൻ, പലതവണ അദ്ദേഹം ഉപദേശം നൽകണമെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശമായി കൊടുത്തത് ഒരേ കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, വീണ്ടും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും 3 തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ മറുപടി കൊടുത്തതിൽ അതിന്റെ പ്രാധാന്യമുണ്ട്. ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടരുത് എന്ന കാര്യത്തിൽ അതിന്റെ പ്രാധാന്യം അത് അറിയിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ദേഷ്യപ്പെടാതിരിക്കുക, ദേഷ്യം ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇജ്മഅ ലനാ ഹുസ്നൽ ഖുലുഖി ഫി കലിമ, ഒരു കലിമത്തിൽ, ഒരു വാചകത്തിൽ, ഒരു കലിമത്തിൽ, ഒരു വാക്കിൽ ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവത്തെ ഞങ്ങൾക്ക് താങ്കൾ ചുരുക്കി ഒരുമിച്ച് കൂട്ടി പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, ഒറ്റ വാചകത്തിൽ എന്താണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞു തരണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം മറുപടി തർക്കുൽ ഗദബ്, ദേഷ്യം, കോപം, ആക്ഷേപിക്കപ്പെട്ട ദേഷ്യം ഉപേക്ഷിക്കുക എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഏറ്റവും വലിയ ഒരു സൽ സ്വഭാവമാണ്, ഗുണമാണ് അനാവശ്യമായ ദേഷ്യം, മദ്മൂമായ ആക്ഷേപിക്കപ്പെട്ട ദേഷ്യം ഒഴിവാക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ദേഷ്യം 2 രൂപത്തിലുണ്ട്. ഒന്ന് ഗളബുൻ മഹ്മൂദ്, പുകഴ്ത്തപ്പെട്ട നല്ല ദേഷ്യം. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെടുക. ഒരു തിന്മ കാണുമ്പോൾ ദേഷ്യം വരിക, ആ തിന്മയോടുള്ള ഗൈറത്ത്, ഈർഷ്യത, ഇത് നല്ല ദേഷ്യമാണ്. ഒരു തിന്മ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു വികാരം വരുന്നില്ല എങ്കിൽ അത് മോശപ്പെട്ട കാര്യമാണ്. അവിടെ ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകണം. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ നമ്മൾക്ക് ദേഷ്യം ഉണ്ടാകണം. ഒരു ഹറാമ് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കണം. അത് മഹ്മൂദായ ദേഷ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദേഷ്യപ്പെട്ട സന്ദർഭങ്ങളെല്ലാം ദീനിനു വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു രൂപം, ഒരു കർട്ടണിൽ ഒരു രൂപം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ദേഷ്യപ്പെട്ടു. അത് ആ രൂപം അവിടെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടത് ദീനിയായ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ദേഷ്യമാണ്. അപ്പോ അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുക എന്നുള്ളത് ഇബാദത്താണ്. അത് മഹ്മൂദായ നല്ല ദേഷ്യമാണ്, അത് നല്ല ദേഷ്യമാണ്. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുമ്പോഴും അള്ളാഹ് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ പാടില്ല. സാലിഹുൽ വസൈമി ഹഫിളഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നല്ല ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു തെറ്റ് കാണുമ്പോൾ ദേഷ്യം വരിക, അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുക എന്നുള്ള ഇബാദത്താണ്. പക്ഷെ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിലാകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത്, ഒരാളിങ്ങനെ മസ്ജിദിലേക്ക് നടന്നു വരുമ്പോൾ പള്ളിയുടെ പുറത്ത് ഒരു കാറിൽ ഒരാളിങ്ങനെ നിസ്കാരം നടക്കുന്നുണ്ട്, അയാൾ പള്ളിയിൽ പുറത്ത് കാറിൽ ഇരിക്കുകയാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിസ്കരിക്കണം, നിസ്കാരം പ്രധാനപ്പെട്ട കാര്യമാണ്, മുഅ്മിനുകളുടെ ഷിആറാണ്, അത് നിർവഹിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. അയാൾ പറഞ്ഞു ഖൈറൻ, നല്ല കാര്യം, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡോർ ക്ലോസ് ചെയ്തു. ഇദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അയാളുടെ കാറിൽ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിസ്കരിക്കാത്തത് എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചാലും നിസ്കരിച്ചിട്ടില്ല, എന്നെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ഡോർ ക്ലോസ് ചെയ്തു. ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ദേഷ്യപ്പെട്ടത് അയാൾ നിസ്കരിക്കാത്തതിന്റെ പേരിലാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ഒരു കല്ലെടുത്തിട്ട് അയാളുടെ കാറിന്റെ ചില്ല് കുത്തിപ്പൊട്ടിച്ചു. ഇത് ശരിയാണോ? ശരിയല്ല. അയാൾ ദേഷ്യപ്പെട്ടത് ദീനിന് വേണ്ടിയിട്ടാണ്, പക്ഷെ അയാൾ ദേഷ്യം പ്രകടിപ്പിച്ചത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലല്ല. അപ്പോൾ ദേഷ്യം ദീനിന്റെ പേരിലാണെങ്കിലും അത് പ്രകടിപ്പിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാകണം. ഇതാണ് ഗളബുൻ മഹ്മൂദ് എന്ന് പറയുന്നത്, മഹ്മൂദായ ദേഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ദീനിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ ലാ തഗ്ദബ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഗളബുൻ മദ്മൂം, ആക്ഷേപിക്കപ്പെട്ട ദേഷ്യത്തെ കുറിച്ചാണ്. രണ്ടാമത്തെ ഇനമാണ് ഗളബുൻ മദ്മൂം, ആക്ഷേപിക്കപ്പെട്ട ദേഷ്യം. ദീനിന് വേണ്ടിയിട്ടല്ലാത്ത വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദേഷ്യപ്പെടൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട് ഈ ഹദീസിൽ. ദേഷ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും ചില കാര്യങ്ങൾ കാണുമ്പോൾ, പക്ഷെ ആ ദേഷ്യത്തെ അടക്കി നിർത്തുക എന്നുള്ളതാണ് പ്രധാനം. അൽ ഇമാമുൽ ഖത്താബി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ദേഷ്യം എന്നുള്ളത് ലാ തഗ്ളബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇജ്തനിബ് അസ്ബാബൽ ഗദബ് വലാ തതഅറദ് ലിമാ യജ്ലിബുഹു. നീ ദേഷ്യം വരുന്ന കാരണങ്ങളെ വെടിയണം, അതേപോലെ തന്നെ അതിലേക്ക് എത്തിക്കുന്ന അത് കാരണം ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് നീ വിധേയനാവുകയും ചെയ്യരുത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പലതും ചെയ്യാൻ തോന്നും, അത് നീ ചെയ്യരുത്. ദേഷ്യം വരുന്ന കാരണങ്ങളുടെ അടുത്തേക്ക് നീ ചെല്ലരുത്, നീ വെടിയണം. എന്നാൽ ദേഷ്യം മനസ്സിൽ ദേഷ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ ദേഷ്യം അയാളുടെ മനസ്സിൽ വരിക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമല്ല, അല്ലെങ്കിൽ അത് ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതൊരാൾക്കും അവനിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഏതൊരാൾക്കും ചില കാര്യങ്ങൾ കാണുമ്പോൾ ദേഷ്യം വരും മനസ്സിൽ. പക്ഷെ അതിനെ നിയന്ത്രിക്കുക, അവിടെ സബ്ർ കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ മദ്മൂമായ, ആക്ഷേപിക്കപ്പെട്ട ദേഷ്യം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ദേഷ്യപ്പെടാൻ പാടില്ല എന്ന കാര്യം. ഈ ഹദീസിന്റെ ഫായിദയായി അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുള്ള 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പെട്ടെന്ന് പറയാം. ഒന്ന്, ഹിർസു സഹാബത്തി അലൽ ഖൈർ, സഹാബത്തിന്റെ ഖൈറിനോടുള്ള അതീവ താല്പര്യം. ലിതലബി ഹാദ സഹാബിയിൽ വസിയ്യത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് ചെന്ന് വസിയ്യത്ത് ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു. ഒരു നന്മ പഠിക്കാൻ, അത് ചെയ്യാനുള്ള സഹാബത്തിന്റെ താല്പര്യം ഈ ഹദീസിൽ കാണാം. രണ്ടാമത്തെ ഫായിദ അത്തഹ്ദീറു മിൻ അസ്ബാബിൽ ഗളബി വൽ ആഥാരിൽ മുതറത്തിബതി അലൈഹി, ദേഷ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന്, ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളിൽ നിന്നുള്ള താക്കീത് ഈ ഹദീസിലുണ്ട്.
ദേഷ്യപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ദേഷ്യം അതിന്റെ കാരണങ്ങൾ വെടിയണം. അത് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഉണ്ടാകാവുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നൊക്കെ താക്കീത് ഈ ഹദീസിലുണ്ട്. മൂന്നാമത്തെ ഫായിദ തക്റാറുൽ വസിയ്യതി ബിന്നഹി അനിൽ ഗദബി ദാലുൻ അലാ അഹമ്മിയതി തിൽകൽ വസിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഒരേ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ദേഷ്യം ഉപേക്ഷിക്കണം എന്ന വസിയത്ത് ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളത് അതിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു, പ്രാധാന്യത്തെ അറിയിക്കുന്നു എന്ന് പറഞ്ഞത് കാണാം. ഇങ്ങനെ 3 ഫായിദകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മദ്മൂമായ ആക്ഷേപിക്കപ്പെട്ട ദേഷ്യം അത് വെടിയണം, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദേഷ്യപ്പെടാൻ പാടില്ല, ദേഷ്യം വളരെ മോശം കാര്യമാണ്, അത് ആളുകൾ വെറുപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്താണ് പരിഹാരം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 10 പരിഹാരം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള 10 പരിഹാരം, പല പരിഹാരങ്ങളുണ്ട്, അതിൽ കൂടുതൽ കാണാം. 10 നമുക്ക് പെട്ടെന്ന് പറയാം. 8 കാര്യങ്ങൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ സുലൈമാൻ ഉർഹൈലി ഹഫിളഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം ആ 8 പറയാം, പിന്നെ അതിനുശേഷം 2 അതിലേക്ക് ചേർക്കാം. ഒന്നാമത്തേത് أول هذه الأسباب أن تعلم وتوقن وتتذكر أن عدم غضبك يدفع عنك غضب الله. നീ മനസ്സിലാക്കണം, നീ ഉറച്ചു വിശ്വസിക്കണം, നീ ചിന്തിക്കണം, നീ ഓർക്കണം, നീ ദേഷ്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിനക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹുവിന്റെ ദേഷ്യം നിന്നിൽ നിന്ന് ഇല്ലാതെയാകുമെന്നാണ്. നമ്മൾ ദേഷ്യം ഒഴിവാക്കിയാൽ അള്ളാഹു നമ്മൾ ദേഷ്യപ്പെടൂല, അത് നമ്മൾ ഓർക്കണം, നീ ഓർപ്പിക്കണം. നീ ദേഷ്യം ഒഴിവാക്കിയാൽ, ദേഷ്യത്തെ നിയന്ത്രിച്ചാൽ, കോപത്തെ നിയന്ത്രിച്ചാൽ അതിലൂടെ കിട്ടുന്ന വലിയൊരു നേട്ടമാണ് അള്ളാഹു നിന്നോട് ദേഷ്യപ്പെടൂല, അള്ളാഹു നിന്നോട് ദേഷ്യപ്പെടുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നു, മാ യുബാഇദുനി അൻ ഗളബില്ലാഹ്, അള്ളാഹുവിന്റെ ദേഷ്യത്തെ തൊട്ട് എന്നെ അകറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ദേഷ്യം എന്നെ ബാധിക്കാൻ പാടില്ല, കോപം ബാധിക്കാൻ പാടില്ല, അതിനുള്ള കാര്യം എന്താണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടരുത്. നീ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദേഷ്യം നിന്നെ ബാധിക്കാതിരിക്കാൻ കാരണമാക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പരിഹാരം, നീ ഉറച്ചു വിശ്വസിക്കണം, നീ ഓർക്കണം, നീ ദേഷ്യപ്പെടാതിരുന്നാൽ, ഈ സ്വഭാവം നിന്ന് മാറ്റിയാൽ അള്ളാഹുവിന്റെ ദേഷ്യത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഷെയ്ഖ് പറയുന്നു, അൻ യതദക്കറ വസിയ്യത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ വസിയ നീ ഓർക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടരുത് എന്ന് ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. വേറെയും റിവായത്തുകളുണ്ട്. റസൂലുള്ളാഹ് വസിയത്ത് നൽകിയതാണ്, അത് അദ്ദേഹത്തിന് മാത്രമുള്ള വസിയത്തല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ മുമ്പിൽ വന്ന് നിന്നോട് പറയാൻ, നീ ദേഷ്യപ്പെടരുത്, ദേഷ്യം എന്നുള്ള സ്വഭാവം നീ ഒഴിവാക്കണം എന്ന് നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് പോലെയാണ് നീ ആ ഹദീസിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് നിന്റെ ഓർമ്മയിൽ ഉണ്ടാക്കണം. അത് മറ്റൊരു പരിഹാരമാണ്. മൂന്നാമത്തെ പരിഹാരം, അൻ യതദക്കറൽ ജസാഅൽ അദീം യൗമൽ ഖിയാമ ലിമൻ ലം യഗ്ദബ്, ദേഷ്യം ഒഴിവാക്കിയവന് നാളെ പരലോകത്ത് കിട്ടുന്ന നേട്ടം, അതിന്റെ കൂലി നീ ചിന്തിക്കുക. ഒരാൾ ദേഷ്യം ഒഴിവാക്കിയാൽ അവന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നീ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, മൻ കളമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുഫിദഹു, ഒരാൾ തന്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു, അവനത് നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ്. ആ ദേഷ്യം വന്നതിന്റെ പേരിൽ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. പക്ഷെ അവൻ ദേഷ്യത്തെ നിയന്ത്രിച്ചു എങ്കിൽ ദഅാഹു അല്ലാഹു സുബ്ഹാനഹു അലാ റൂസിൽ ഖലായിഖ്, സൃഷ്ടികൾക്കിടയിലൂടെ അല്ലാഹു തആല അവനെ പ്രത്യേകം വിളിക്കും. എന്നിട്ട് ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂരിൽ ഐൻ യുസവ്വിജുഹു മിൻഹാ മാ ഷാ, സ്വർഗീയ സ്ത്രീകളെ അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇണയായി അവന് കൊടുക്കും എന്ന് പറഞ്ഞത് കാണാം. ദേശത്തെ നിയന്ത്രിച്ച ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഖിയാമത്ത് നാളിൽ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ആലോചിക്കുക. ഞാൻ ദേശത്തെ നിയന്ത്രിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം അത് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്
നൽകിയ ഉത്തരം, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് നൽകിയ ഉത്തരം, അദ്ദേഹം ചോദിച്ചത് ഇതാണ്: ദുല്ലനി അല അമലിൻ യുദ്ഖിലുനിൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം റസൂലെ താങ്കൾ പറഞ്ഞു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി: ലാ തഗ്ദബ് വലകൽ ജന്ന, നീ ദേഷ്യപ്പെടരുത്, നിനക്ക് സ്വർഗമുണ്ട് എന്നാണ്. അപ്പോ ദേശത്തെ അടക്കി നിർത്തിയാൽ കിട്ടാൻ പോകുന്ന, പരലോകത്ത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത് ആലോചിക്കുക എന്നുള്ളതാണ്. ദേഷ്യം വരുമ്പോൾ അത് ചിന്തിക്കുക, ഇത് ഞാൻ ദേശത്തെ അടക്കി നിർത്തിയാൽ പരലോകത്ത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുക. നാലാമത്തെ പരിഹാരം: അൻ യഖൂലൽ ഇൻസാനു ഇൻദൽ ഗളബി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദേഷ്യം വരുമ്പോൾ ഇസ്തിആദ നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകൾ ഇങ്ങനെ പോരടിക്കുന്നത്, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ട സമയത്ത് ഒരാൾ വല്ലാതെ ദേഷ്യപ്പെട്ടു, അയാളുടെ മുഖം വിവർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്നി ലഅലമു കലിമതൻ, എനിക്കൊരു വാചകം അറിയാം, ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദ്, അയാൾ അത് പറഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന ആ ദേഷ്യം അയാളിൽ നിന്ന് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞു. എന്താണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ ദേഷ്യം വരുമ്പോ ഇസ്തിആദ നടത്തുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ഇതാണ് നാലാമത്തെ പരിഹാരം. അഞ്ചാമത്തെ പരിഹാരം: അൻ യുഗയ്യിറ ഹൈഅതഹു, അവൻ എങ്ങനെയാണോ നിൽക്കുന്ന അവന്റെ ആ ഒരു ഹൈഅത്ത്, ആ രൂപം ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ, അവൻ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക, നിൽക്കുന്നവൻ അവന്റെ ദേഷ്യം മാറാൻ വേണ്ടി ഇരിക്കുക, ഇരുന്നിട്ടും ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ കിടക്കുക, ഇരിക്കുന്നവനാണ് കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം: ഇദാ ഗളിബ അഹദുകും ഫഇൻ കാന ഖായിമൻ ഫൽയജ്ലിസ്, ഒരാൾ ദേഷ്യപ്പെട്ടാൽ അവൻ നിൽക്കുന്ന അവസ്ഥയിലാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ അവൻ ഇരിക്കട്ടെ. വഇൻ കാന ഖായിമൻ ഫൽയജ്ലിസ് ഫഇൻ ദഹബ ഗളബുഹു ഫഇല്ലാ ഫൽയൽതജിഅ, ഇരുന്നിട്ട് അവന്റെ ദേഷ്യം പോയാൽ അങ്ങനെ, അല്ലെങ്കിൽ അവൻ കിടക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതങ്ങനെയാണ്, നമ്മൾ ദേഷ്യം വരുമ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ചെയ്യാൻ പറ്റും. ഒന്നിരുന്ന കുറച്ചും കൂടി സമാധാനം ഉണ്ടാവും. കാരണം ഇരുന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യാണ്, ഇപ്പൊ ഒരാളെ ദേഷ്യം വന്നിട്ട് അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്നിട്ടല്ല അടിക്കുക, നിന്നിട്ട് അടിക്കുക. അപ്പോ അവസ്ഥ മാറ്റുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓർഡർ എന്താണ്? നിൽക്കുന്നവൻ ഇരിക്കുക, ഇരിക്കുന്നവൻ കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം നിയന്ത്രിക്കാനുള്ള ഒരു പരിഹാരമായി പഠിപ്പിച്ചതാണ്. ആറാമത്തത് അൻ യസ്കുന വയസ്കുത്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും മിണ്ടരുത്. മിണ്ടിയാലായിരിക്കും പ്രശ്നം ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇദാ ഗളിബ അഹദുകും ഫൽയസ്കുത്, ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവൻ മിണ്ടാതിരിക്കട്ടെ, ഒന്നും മിണ്ടണ്ട. ആ എന്ത് വിഷയത്തിലാണോ സംസാരിച്ചത്, അത് ഏതിന്റെ പേരിലാണോ ദേഷ്യപ്പെട്ടത്, അതും പറയണ്ട, വേറൊന്നും പറയണ്ട, മിണ്ടാതിരിക്കുക, ഒന്നും പറയണ്ട. മറ്റു വല്ല വിഷയം അതും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒന്നും മിണ്ടരുത്. ആ ദേഷ്യം ഒന്ന് അടങ്ങുന്നത് വരെ ഒരു കാര്യവും പറയേണ്ടതില്ല, അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പരിഹാരമാണ്. ഏഴാമത്തത് അൻ യഖ്റുജ്, വീട്ടിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും ഈ ദേഷ്യപ്പെടൽ കൂടുതൽ ഉണ്ടാക്കുക. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക. ചില സൽഫുകൾ പറഞ്ഞതായി ഷേഖ് പറയുന്നുണ്ട്: ഗളബി ഇൻദന അലയ്യ, എന്റെ ദേഷ്യം എന്റെ ചെരുപ്പിന്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ, വീട്ടുകാരോട് ദേഷ്യപ്പെടുമ്പോ അത് ആ ദേഷ്യം എന്റെ ചെരുപ്പിന്റെ അടുത്താണ് ഉണ്ടാകുക, അതിന്റെ അപ്പുറത്തേക്ക് പോകൂല. ഫൈദ ഹളറ ലബിസ്തുഹുമാ വഖറജ്, ആ ദേഷ്യം വന്നാൽ ആ ചെരുപ്പിന്റെ അടുത്തല്ല, ആ ചെരുപ്പിട്ടിട്ട് ഞാൻ പുറത്തേക്കൊന്ന് പോയി തിരിച്ചു വന്നാൽ അത് റാഹത്താകും എന്ന് പറഞ്ഞാൽ, വീട്ടിലാണ് പ്രശ്നമെങ്കിൽ ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നാൽ റാഹത്താകും. അതാണ് മറ്റൊരു പരിഹാരമായി പറഞ്ഞിട്ടുള്ളത്. എട്ടാമത്തെ പരിഹാരം അൻ യതദക്കറ അന്നൽ ഖുവത ഫീ മലകിൻ നഫ്സ് ഇൻദൽ ഗദബ്, ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ അടക്കി നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകളുണ്ട്. അവന് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ പറ്റൂല, അവൻ തന്നെ പറയും, വലിയ അഭിമാനമായിട്ട് കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്. ശരിക്കും അതല്ല ശക്തി. ചില ആളുകൾ അങ്ങനെ തന്നെ അവരെ അവതരിപ്പിക്കുക, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാന്ന് പറയും. അത് വലിയ അഭിമാനമൊന്നുമല്ല, അത് മോശം കാര്യമാണ്.
ഞാനൊരു തെറ്റ് വെച്ചിട്ട് ഞാൻ ഭയങ്കര അത് ചെയ്യുന്ന ആളാന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യപ്പെടലല്ല, ആ ദേഷ്യത്തെ നിയന്ത്രിക്കലാണ് യഥാർത്ഥ ശക്തി എന്നവൻ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? ലൈസ ശദീദു ബിസ്സുറഅ, തല്ലുകൂടി ജയിക്കുന്നവനല്ല, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ. ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്, ദേഷ്യം വരുന്ന സമയത്ത് മനസ്സിനെ പിടിച്ചു നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അതാണ് യഥാർത്ഥ ശക്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ശക്തി അതാണ്. അപ്പോ ദേഷ്യം വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കലാണ് കഴിവ്, നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കലല്ല കഴിവ്. അതിന് അഭിമാനമായി നമ്മൾ കാണാനും പാടില്ല. 9ാമത്തെ പരിഹാരം മഅരിഫതു മസാവിൽ ഗദബ്, ദേഷ്യം കൊണ്ടുണ്ടാകുന്ന പരിക്കുകൾ, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, ദുനിയാവിലും പരലോകത്തുമുള്ള നഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദേഷ്യക്കാരനാണെങ്കിൽ ആർക്കും നമ്മൾ ഇഷ്ടം ഉണ്ടാവില്ല, ഒരു സത്യമാണ്. ചിലപ്പോൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലെ ആളുകൾ സഹിച്ചിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അവർ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. ദേഷ്യം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അത് മറ്റൊരാൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആർക്കും ദേഷ്യപ്പെടുന്ന ആളുകൾ പൊതുവെ ആർക്കും ഇഷ്ടം ഉണ്ടാവുകയില്ല. അറബികൾ പറയാറുണ്ട്, അൽ ഗദബ് അവ്വലുഹു ജുനൂൻ വ ആഖിറുഹു നദം. ദേഷ്യം അതിന്റെ തുടക്കം ഒരു ഭ്രാന്താണ്, അവസാനം അവൻ എന്ത് ചെയ്യും? ഖേദമായിരിക്കും. ദേഷ്യപ്പെട്ട് പലതും ചെയ്യും, പിന്നെ സോറി പറഞ്ഞിട്ടൊന്നും, സോറി പറഞ്ഞാൽ അതിന്റെ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്താൽ നമുക്ക് അതിന്റെ നഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ ദേഷ്യത്തിന്റെ മോശപ്പെട്ട അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ദേഷ്യം അതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ദുനിയാവിലും പരലോകത്തും ഉണ്ടാകാം. പരലോകം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ദേഷ്യത്തിൽ ചിലപ്പോൾ കുഫറിന്റെ വർത്തമാനം പറയും, ചിലപ്പോൾ ആളുകളെ വെട്ടിക്കൊല്ലും, ഇതൊക്കെ സംഭവിക്കും. ഒരു ചെറിയ സംസാരത്തിൽ വന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാരണത്തിന് വേണ്ടി ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തു പോകും, ചിലപ്പോൾ ആൾ മരിച്ചു പോകും. മരിച്ചുപോയാൽ എന്താ സംഭവിക്കുക? അവന് ദുനിയാവിൽ അനുഭവിക്കണം, ദുനിയാവിൽ പല ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, റസൂലേ യാ റസൂലല്ലാഹ് ഹാദാ ഖതല അഖീ, ഇയാൾ എന്റെ സഹോദരനെ കൊന്നു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, അതെ ഞാൻ കൊന്നു. എങ്ങനെയാണ് കൊന്നത്? അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. ഒരു ചെറിയൊരു കാര്യം, ഞാനും ഇവനും ഞങ്ങളുടെ ആടിന് ഇല പറിക്കാൻ പോയതാണ്. ചെറിയൊരു രണ്ടാളും കമ്പനിയാണ്, അതുകൊണ്ടല്ലോ ഒന്നിച്ചു പോയത്. പക്ഷേ ഇവൻ എന്നെ ചീത്ത വിളിച്ചപ്പോ എനിക്ക് വല്ലാതെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ഫസബ്ബനി ഫഅഗ്ദബനി ഫദറബ്തുഹു ബിൽഫാസ്, ദേഷ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന മഴ എടുത്തിട്ട് അവൻ ഒറ്റവിട്ട്, അങ്ങനെ അയാൾ മരിച്ചുപോയി. ഇതാ സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ രണ്ടാളും ഒന്നിച്ചൊരു പണിക്ക് പോയതാണ്. പക്ഷെ എന്തോ ഒരു സംസാരത്തിൽ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന മഴ എടുത്ത് വെട്ടി അയാൾ മരിച്ചുപോയി. ഇപ്പൊ എന്താ സംഭവിച്ചത്? അയാൾക്ക് ഒരു കൊലപാതകം എന്ന് പറഞ്ഞ ഗുരുതരമായ തെറ്റ് അയാൾ സംഭവിച്ചു. അത് അനുഭവിക്കണം. ഇസ്ലാമിക ഭരണകൂടം അയാൾ കൊല്ലും, മനഃപൂർവ്വം കൊന്നതാണ്. അപ്പോൾ ഒരു ദേഷ്യം കൊണ്ട് നമ്മൾക്ക് ദുനിയാവിലുണ്ടാകുന്ന നഷ്ടം, പരലോകത്തുണ്ടാകുന്ന നഷ്ടം, അതൊക്കെ വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ദേഷ്യം എന്ന് പറയുന്ന സ്വഭാവം ഒരാൾക്കും ഇഷ്ടമില്ലാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 10ാമത്തെ ഒരു പരിഹാരം, നമ്മുടെ സമയം കഴിഞ്ഞു. 10ാമത്തെ പരിഹാരം പ്രാർത്ഥനയാണ്, ദുആ. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. റബ്ബ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ദുആ ചെയ്യും. നമ്മുടെ പ്രശ്നം ദേഷ്യമാണെങ്കിൽ അള്ളാഹുവിനോട് പറയുക. ഏതു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, എന്തിന്റെ പരിഹാരം പറയണേലും ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് എന്ത്? അദ്ദുആ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദുആ മിൻ അൻഫഇൽ അദ്വിയ, മരുന്നുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായ മരുന്ന് ദുആയാണ്. എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരം ഒന്ന് ദുആയിരിക്കും. അള്ളാഹുവിനോട് പറയുക. നമ്മുടെ പ്രശ്നം മുൻകോപമാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടലാണ്. അള്ളാഹിനോട് പറയാം, അള്ളാഹു എനിക്ക് സബർ നൽകണമേ, എന്റെ ദേഷ്യം നീ അടക്കി നിർത്തണമേ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം മാറും. ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ഈ പറഞ്ഞിട്ടുള്ളതാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വഹുവ അദുവുൽ ബലാഇ യദ്ഫഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു വയർഫഉഹു ഔ യുഖഫിഫുഹു ഇദാ നസൽ. അത് പരീക്ഷണത്തിന്റെ ശത്രുവാണ്. അത് ആ പരീക്ഷണത്തെ നീക്കം ചെയ്യും, അതിനെ തടയും, അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കും. പ്രാർത്ഥന ഏറ്റവും ഉപകാരപ്രദമായ മരുന്ന് പ്രാർത്ഥനയാണ്. വഹുവ സിലാഹുൽ മുഅ്മിൻ, അത് വിശ്വാസിയുടെ ആയുധമാണ്. ആ ആയുധം ഒരാൾക്കും നിരോധിക്കാൻ പറ്റൂല. അത് എന്ത് പ്രശ്നത്തിനും നമ്മൾ അള്ളാഹുവിനോട് പറയുക.
വഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നമ്മൾക്ക് എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയുക എന്നുള്ള ആ ഒരു പരിഹാരം, അതാണ് 10ാമത്തെ പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് ഒന്നുകൂടി നമുക്ക് പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി ഖാല ലാ തഗ്ദബ് ഫറദ്ദദ മിറാറൻ ഖാല ലാ തഗ്ദബ് റവാഹുൽ ബുഖാരി. ഇതാണ് ഹദീസ്. അർത്ഥം മനസ്സിലായില്ലേ? നമ്മൾ കൂടുതൽ പഠിക്കുക. നമുക്ക് ഇതിൽ ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുന്നൊരു വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ള ഗദബ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ എന്തൊക്കെ ഖൈറാണ്. നമ്മുടെ ആളുകൾ നമ്മളെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. നമ്മൾ ദേഷ്യം ഉപേക്ഷിച്ചതിന് പേരിൽ നമുക്ക് സ്വർഗമുണ്ട്, ഒരുപാട് ഖൈറാത്തുകളുണ്ട്, എല്ലാം കിട്ടും. അല്ലാഹു തആല മുത്തഖിയുടെ വിശേഷണമായി പറഞ്ഞത് വൽ കാളിമീനൽ ഗൈദ്, അവർ ദേശത്തെ അടക്കി നിർത്തുന്നവരാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന, അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ നിരവധിയാണ്. അല്ലാഹു തആല ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദേഷ്യം ഒഴിവാക്കിക്കൊണ്ട് സാബിറായി, അഥവാ ക്ഷമിക്കുന്ന ആളായിക്കൊണ്ട്, ഹലീമായിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.